ഹലോ മക്കളെ, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഷുവർ ക്വസ്റ്റ്യൻസ്. എന്തായാലും നിങ്ങളെ എക്സാമിന് മിഡ് ടേം എക്സാം ആയാലും ഓണത്തിന്റെ എക്സാം ആയാലും രണ്ടിനും ചോദിക്കാൻ ചാൻസ് ഉള്ള ഷുവർ ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, which are the mediums through which the light is passing in the figure? അതായത് താഴെ തന്നിരിക്കുന്ന ചിത്രത്തിൽ പ്രകാശം ഏതെല്ലാം മാധ്യമങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് നോക്കുക. ദാ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒരു ഗ്ലാസിന്റെ പാത്രം കാണാം. ദാ ലൈറ്റ് ഇങ്ങനെ ഇവിടെ വരുന്നുണ്ട്. ആ ലൈറ്റ് ഗ്ലാസിന്റെ പാത്രത്തിൽ തട്ടി ഇങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ രണ്ട് മാധ്യമങ്ങളിലൂടെ, രണ്ട് മീഡിയത്തിലൂടെയാണ് നമ്മുടെ പ്രകാശം പോകുന്നത്. അതിൽ ഒന്നാമത്തെ ആള് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്, എയർ ആണ്. രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ടർ ആണ്. നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ വായു, അതേപോലെ തന്നെ ജലം. ഈ രണ്ട് മാധ്യമങ്ങളിലൂടെയാണ് ആര് കടന്നു പോകുന്നത്, നമ്മളെ പ്രകാശം കടന്നു പോകുന്നത്, അല്ലെ? ദാ ഇവിടെ എയർ ആണ്, ഇതിന്റെ ഉള്ളിൽ എന്താണ്, വാട്ടർ ആണ് അഥവാ ജലമാണ് എന്നുള്ള പോയിന്റ് മക്കൾ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക, ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ടു ദ റേ ഓഫ് ലൈറ്റ്? അതായത് നമ്മുടെ പ്രകാശരശ്മിക്ക് എന്താണ് സംഭവിക്കുന്നത്? എയറിന്ന്, വായുവിൽ നിന്ന് പ്രകാശം ഇങ്ങനെ വന്നിട്ട് വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ വാട്ടറിലേക്ക് വരുന്ന സമയത്ത് ആ ലൈറ്റിന്, ആ പ്രകാശത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? നോക്കി മക്കളെ, ആ പ്രകാശം ഇങ്ങനെ വന്ന പ്രകാശം ചെറുതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിന് വ്യതിയാനം സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ആൻസർ ആണ്, അതിന് ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട് എന്നാണ് ആൻസർ. അല്ലെങ്കിൽ അതിന് എന്ത് സംഭവിക്കുന്നുണ്ട് മക്കളെ, വ്യതിയാനം സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ഫിനോമിനൻ എക്സ്പ്ലെയിൻ. ഇതിന് കാരണമായ പ്രതിഭാസം വിശദീകരിക്കുക. ലൈറ്റ് ഇങ്ങനെ വന്ന ലൈറ്റ് ഇവിടുന്ന് ചെരിഞ്ഞല്ലോ, വ്യതിയാനം സംഭവിച്ചല്ലോ, റിഫ്രാക്ഷൻ സംഭവിച്ചല്ലോ. ഇതിന് കാരണമായ പ്രതിഭാസം അല്ലെങ്കിൽ ഫിനോമിനൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ എഴുതേണ്ട മക്കളെ? അതാണ് എന്ത്, റിഫ്രാക്ഷൻ, അല്ലെങ്കിൽ എന്താ പറയാ, അപവർത്തനം എന്ന് പറയും. റിഫ്രാക്ഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നു. അതിന് മലയാളത്തിൽ എന്താ പറയാ, അപവർത്തനം എന്നാണ് പറയാ. എന്താണ് അപവർത്തനം എന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്ക. നോക്കുക, എന്താണ് റിഫ്രാക്ഷൻ? when a ray of light enters obliquely from one medium to another of different optical densities, it undergoes a deviation at the surface of separation. അല്ലെങ്കിൽ മക്കൾ നോക്കുക, ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശ സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് പ്രകാശത്തിന് എന്ത് സംഭവിക്കുന്നു, വ്യതിയാനം സംഭവിക്കുന്നു. ഇതിനെ അപവർത്തനം എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താണ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ എന്താണ് അപവർത്തനം എന്ന് പറഞ്ഞാൽ അത് അവിടെ കൂടെ എഴുതി വെച്ചേക്കുക. പരിപാടി കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what causes the change in the direction of the ray of light? അടുത്ത ചോദ്യമാണ്, പ്രകാശത്തിന്റെ ദിശയ്ക്ക് അല്ലെ പ്രകാശത്തിന്റെ ദിശ മാറാൻ കാരണം എന്ത്? മക്കളെ, ഈ ലൈറ്റ് ശരിക്കും ഇങ്ങനെ തന്നെ അങ്ങ് പോണേന്, പക്ഷെ ഇവിടെ വെച്ചിട്ട് ആ ലൈറ്റിന് ചെറുതായിട്ട് വ്യതിയാനം സംഭവിച്ചല്ലോ. ആ ലൈറ്റ് ചെറുതായിട്ടൊന്നും എന്ത് ചെയ്തു, ഡീവിയേറ്റ് ചെയ്തല്ലോ. അതിന് കാരണം എന്താണ് എന്നാണ് ചോദിച്ചത്. മക്കൾ ഇത്ര മാത്രം എഴുതി വെച്ചാൽ മതി. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ദ സ്പീഡ് ഓഫ് ലൈറ്റ് വെൻ ലൈറ്റ് പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം. അതായത് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ എന്ത് സംഭവിക്കും, പ്രകാശ വേഗതയിലെ മാറ്റം. ഈ മാറ്റം കൊണ്ടാണ് ആർക്ക് ഡീവിയേഷൻ സംഭവിക്കുന്നത്, ലൈറ്റിന് അഥവാ പ്രകാശത്തിന്. നിങ്ങൾ നോക്കൂ, ഒരു കാറ് സ്മൂത്ത് ആയിട്ടുള്ള റോഡ് കൂടെ വരിക, എന്നിട്ട് ആ റോഡിൽ നിന്ന് ഒരു റഫ് സർഫസിലേക്ക് ആ കാറ് പോകുമ്പോൾ ആ കാറ് ചെരിയുന്നില്ലേ? അതേപോലെ പ്രകാശം ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈറ്റ് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പോകുമ്പോൾ ആ ലൈറ്റിന്റെ സ്പീഡ് മാറും, ലൈറ്റിന്റെ വേഗത മാറും. അങ്ങനെ വേഗത മാറുന്നത് കൊണ്ടാണ് ആ ലൈറ്റ് എന്ത് ചെയ്യുന്നത്, ചെരിയുന്നത്, അല്ലെങ്കിൽ ആ ലൈറ്റിന് ഡീവിയേഷൻ സംഭവിക്കുന്നത് എന്ന് എഴുതി വെച്ചേക്കുക. ഫുൾ മാർക്കാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ മീഡിയംസ് വാട്ടർ, ഡയമണ്ട്, ഗ്ലാസ്, എയർ ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. താഴെ തന്നിരിക്കുന്ന മാധ്യമങ്ങളെ പ്രകാശിക സാന്ദ്രത കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക. മക്കളെ, കൂടി വരുന്ന ക്രമത്തിൽ പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടി വരുന്ന ക്രമത്തിൽ എഴുതണം. അപ്പൊ നമ്മൾ ആദ്യം എഴുതണം? ആദ്യം എഴുതേണ്ടത് ആരെയാണ് മക്കളെ? ആദ്യം എഴുതേണ്ടത് എയറിനെയാണ്. എയറിനെ അല്ലെങ്കിൽ വായുവിനെയാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അതിനാണ് പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കുറവ്. അത് കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ആരറിയോ? അതിനേക്കാൾ കൂടുതലുള്ള ആളെയാ. കാരണം ഇവിടെ എന്താ ചോദിച്ചത്, ഇൻക്രീസിങ് ഓർഡറാ ചോദിച്ചത്, അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത കൂടി വരുന്ന ക്രമത്തിൽ എഴുതാനാ പറഞ്ഞത്. അപ്പൊ അടുത്ത ആരെഴുതണം മക്കളെ? വാട്ടറിനെ എഴുതണം, അല്ലെങ്കിൽ ജലത്തിനെയാണ് മക്കളെ ഇവിടെ എഴുതേണ്ടത്. അതിന്റെ അടുത്ത് ആരെഴുതേണ്ടത്? ഗ്ലാസിനെ എഴുതണം.
ഗ്ലാസിന് എഴുതണം. അതിൻ്റെ അടുത്ത് ആര് എഴുതണം? ഡയമണ്ടിന് എഴുതണം. ഡയമണ്ട് അല്ലെങ്കിൽ എന്തിന് എഴുതണം? വജ്രത്തിന് എഴുതണം. നിങ്ങൾ എപ്പോഴും ഓർത്തു വെക്കേണ്ട കാര്യം, ഈ വായ തുറന്നെടുക്കുന്ന ഭാഗമാണ് വലുത്. ഈ വായ തുറന്നെടുക്കുന്ന ഭാഗമാണ് വലുത്. അപ്പൊ ഏറ്റവും പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ളത് ആദ്യം എഴുതുക, പിന്നെ കൂടി 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 വരുന്ന ക്രമത്തിൽ എഴുതുക. അതാണ് ഇൻക്രീസിങ് ഓർഡർ. അല്ലെങ്കിൽ എന്താണ് ഇവിടെ ചോദിച്ചത്? കൂടി വരുന്ന ക്രമത്തിൽ എഴുതാൻ പറഞ്ഞാൽ അങ്ങനെയാണ് നിങ്ങൾ എന്ത് എഴുതേണ്ടത് എന്നുള്ള കാര്യം മക്കൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ മീഡിയം, സെയിം മാധ്യമങ്ങളെ തന്ന് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതായത് അപവർത്തനാങ്കം കൂടി വരുന്ന ക്രമത്തിൽ എഴുതാൻ പറഞ്ഞു. മക്കളെ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അഥവാ പ്രകാശിക സാന്ദ്രത കൂടി വരുന്ന ക്രമത്തിൽ നിങ്ങൾ എങ്ങനെയാണോ എഴുതുന്നത് അതേപോലെ തന്നെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാങ്കം കൂടി വരുന്ന ക്രമത്തിൽ എഴുതാൻ പറഞ്ഞാലും എഴുതേണ്ടത്. സെയിം നേരത്തെ എങ്ങനെയാണോ എഴുതിയത് അതിൽ നിന്ന് ഒരു മാറ്റം വരുത്തണ്ട. അപ്പൊ നിങ്ങൾ ആദ്യം ഏതെഴുതണം മക്കളെ? എയർ അഥവാ വായു ആദ്യം എഴുതി വെക്കുക. ഓക്കെ, അടുത്തത് ആര് എഴുതണം? വേഗം പറഞ്ഞോ. വാട്ടറിന് എഴുതണം, വാട്ടർ. പിന്നെ ആരെഴുതണം? ഗ്ലാസിന് എഴുതണം, ഗ്ലാസ് അല്ലെ. ഗ്ലാസ് തന്നെയാ മലയാളത്തിൽ പറയാ. ലാസ്റ്റ് ആരെഴുതണം? ഡയമണ്ടിന് എഴുതണം, ഡയമണ്ടിന്റെ മലയാളമാണെന്ത്? വജ്രത്തിന് എഴുതണം. നേരത്തെ എഴുതിയതുപോലെ തന്നെ ഒരു മാറ്റമില്ല. ഓക്കെ, സെയിം ആണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ചോദിച്ചാലും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചോദിച്ചാലും സെയിം ഒരേപോലെയാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. അല്ലെങ്കിൽ അപവർത്തനാങ്കം ചോദിച്ചാലും പ്രകാശിക സാന്ദ്രത ചോദിച്ചാലും സെയിം, ഒരു മാറ്റവും ഇല്ല. അടുത്ത ചോദ്യം മക്കൾ നോക്കി. അറേഞ്ച് ദ മീഡിയം, സെയിം മീഡിയം തന്ന് ഇത് പല രൂപത്തിൽ ഈ ചോദ്യങ്ങൾ വരും. എങ്ങനെ വന്നാലും നിങ്ങൾ ചെയ്യും, അത് ഉറപ്പാ. ഓക്കെ, നോക്കി മക്കളെ, സെയിം മീഡിയം, സെയിം മാധ്യമമാണ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ഇറ്റ്. അതായത് താഴെ തന്നിരിക്കുന്ന മാധ്യമങ്ങളെ എങ്ങനെ എഴുതണം? പ്രകാശ വേഗത കൂടി വരുന്ന ക്രമത്തിൽ എഴുതണം. പ്രകാശം എല്ലാ മാധ്യമങ്ങളിലൂടെയും എല്ലാ മീഡിയത്തിലൂടെയും ഒരുപോലെയല്ല പോവുക, പല സ്പീഡിലാണ് പോവുക അല്ലെ. അപ്പൊ നിങ്ങൾ എഴുതണം പ്രകാശിക വേഗത അല്ലെങ്കിൽ നമ്മുടെ ലൈറ്റിന്റെ സ്പീഡ് കൂടി വരുന്ന ക്രമത്തിൽ എഴുതണം. അപ്പൊ ആദ്യം എഴുതേണ്ട ഏറ്റവും കുറവുള്ളതിനെയാണ്. പ്രകാശം ഏറ്റവും മെല്ലെ പോകുന്നത് അല്ലെങ്കിൽ ലൈറ്റ് ഏറ്റവും മെല്ലെ പോകുന്ന മാധ്യമം അല്ലെങ്കിൽ മീഡിയം ഏതാണോ അതാണ് ആദ്യം എഴുതേണ്ടത്. അപ്പൊ മക്കളെ മറക്കരുത്, നിങ്ങൾ ആദ്യം ഡയമണ്ട് എഴുതണം. ഡയമണ്ടിന്റെ മലയാളമാണ് എന്ത് മക്കളെ? വജ്രം. അത് കഴിഞ്ഞാൽ നിങ്ങൾ ആരെഴുതണം? ഗ്ലാസിന് എഴുതണം. ഗ്ലാസ് എന്ന് എഴുതി കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ നിങ്ങൾ ആരെഴുതണം? വാട്ടറിന് എഴുതണം. വാട്ടറിന്റെ മലയാളം എന്താ? ജലം. അത് കഴിഞ്ഞാൽ ലാസ്റ്റ് നിങ്ങൾ ആരെഴുതണം മക്കളെ? എയറിന് എഴുതണം. എയർ. കാരണം എന്താ മക്കളെ? എയറിലൂടെയാണ് നമ്മുടെ പ്രകാശം അല്ലെങ്കിൽ ലൈറ്റ് ഏറ്റവും സ്പീഡ് പോവുക. എയർ അഥവാ വായുവിലൂടെയാണ് പ്രകാശം ഏറ്റവും സ്പീഡ് പോവുക. അപ്പൊ അതാണ് ലാസ്റ്റ് എഴുതേണ്ടത്. അപ്പൊ ഇതിൽ ഏത് വന്നു കഴിഞ്ഞാലും മക്കള് അടിപൊളിയായിട്ട് എഴുതും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഒട്ടും സമയം പാഴാക്കാതെ ഞാൻ നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. എന്താണ്? വാട്ട് ഈസ് ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് എ മീഡിയം? എന്താണ് പ്രകാശിക സാന്ദ്രത? മക്കളെ നേരെ ഈ ഡെഫിനിഷൻ അങ്ങോട്ട് എഴുതി വെച്ചേക്കുക. ദ എബിലിറ്റി ഓഫ് എ മീഡിയം ടു ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ഇറ്റ്, അല്ലെങ്കിൽ ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗത്തെ സ്വാധീനിക്കാനുള്ള ആ മാധ്യമത്തിന്റെ കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രകാശിക സാന്ദ്രത എന്ന് വിളിക്കുക. അതായത് പ്രകാശം അഥവാ ലൈറ്റ് ഒരു മാധ്യമത്തിലൂടെ പോകുമ്പോൾ ആ മാധ്യമത്തിന് പ്രകാശത്തിന്റെ വേഗതയെ സ്വാധീനിക്കാനുള്ള ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആ കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് മക്കളെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അഥവാ പ്രകാശിക സാന്ദ്രത. സെറ്റാണ്. ഇനി നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. വാട്ട് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? എന്താണ് അപവർത്തനാങ്കം? അടുത്ത ചോദ്യം. ഹൗ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡിഫറെന്റ് മീഡിയംസ് ഡിപ്പെൻഡ്സ് ഓൺ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദാറ്റ് മീഡിയം. മലയാളം. അപവർത്തനാങ്കവും പ്രകാശത്തിന്റെ വിവിധ മാധ്യമങ്ങളിലൂടെയുള്ള വേഗതയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ആദ്യ ക്വസ്റ്റ്യൻ എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? എന്താണ് അപവർത്തനാങ്കം? ഇതിന്റെ ആൻസർ നിങ്ങൾ എഴുതി വെക്കും ഇങ്ങനെ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഈസ് ദ റേഷ്യോ ആണ് ഓഫ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം to the speed of light in the medium. അല്ലെങ്കിൽ മക്കളെ പ്രകാശത്തിന്റെ ശൂന്യതയിലെ വേഗവും ഒരു മാധ്യമത്തിലെ വേഗവും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് ആ മാധ്യമത്തിന്റെ അപവർത്തനാങ്കം എന്ന് മക്കൾ എഴുതി വെച്ചേക്കുക. ഫുൾ മാർക്ക് അടിക്കുക. ഓക്കെ, സെറ്റാണല്ലോ. ഇനി നിങ്ങളോട് ചോദിച്ചത് സ്പീഡ് ഓഫ് ലൈറ്റും അപവർത്തനാങ്കം അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിലുള്ള ബന്ധം. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാങ്കം കൂടുമ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് പ്രകാശത്തിന്റെ വേഗത കൂടുവോ കുറയോ? അതാണ് അടുത്ത ചോദ്യം. മക്കളെ ഇതാ നോക്കിയോ, കൃത്യമായിട്ട് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഇൻക്രീസസ്, ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ദാറ്റ് മീഡിയം വിൽ ഡിക്രീസസ്. എന്ന് വെച്ചാൽ അപവർത്തനാങ്കം കൂടുമ്പോൾ പ്രകാശത്തിന്റെ വേഗത കുറയും.
അപവർത്തനാങ്കം കൂടിയാൽ പ്രകാശ വേഗത കുറയും, അപവർത്തനാങ്കം കുറഞ്ഞാൽ പ്രകാശ വേഗത കൂടും. ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻക്രീസ് ആയാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഡിക്രീസ് ആവും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിക്രീസ് ആയാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻക്രീസ് ആവും. നേരെ ഓപ്പോസിറ്റ് അങ്ങോട്ട് എഴുതി വെച്ചേക്കുക, അടിച്ചു പൊളിക്കുക. ഓക്കെ, ഇനി ഇവിടെ അടിപൊളി ഒരു ചോദ്യം ഉണ്ട് മക്കളെ, നോക്കി. Which are the figures in which the ray of light enters obliquely from an optically denser medium to a rarer medium? മുകളിൽ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് സഞ്ചരിക്കുന്ന ചിത്രങ്ങൾ ഏതെല്ലാം? ഇങ്ങനെ ഒരു ചോദ്യം തന്നാൽ നിങ്ങൾ അതിലുള്ള ക്ലൂ നോക്കുക. ആദ്യം ചെരിഞ്ഞു പതിക്കുന്ന എന്നുള്ള ചോദ്യം അല്ലെ, ചോദ്യത്തിൽ കാണാം ചെരിഞ്ഞു പതിക്കുന്ന ചിത്രങ്ങളാ ചോദിച്ച്. ചെരിഞ്ഞു പതിക്കുന്ന അല്ലെങ്കിൽ ഒബ്ലിക്ലി എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞു പതിക്കുക എന്നർത്ഥം. അപ്പൊ ഇതിൽ ചെരിഞ്ഞു പതിക്കുന്ന മാത്രം ആദ്യം സെലക്ട് ചെയ്യുക, എന്നിട്ട് പിന്നെ ബാക്കി തെരഞ്ഞാൽ മതി. അപ്പൊ ഇത് ചെരിഞ്ഞു പതിക്കുന്നല്ല, അപ്പൊ അത് ഒഴിവാക്കാം. ഇത് ചെരിഞ്ഞു പതിക്കുന്നല്ല, അത് ഒഴിവാക്കാം അല്ലെ. അപ്പൊ ഏതൊക്കെയാണുള്ളത്? ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൽ തന്നെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള സ്ഥലത്തിൽ നിന്ന്, പ്രകാശിക സാന്ദ്രത കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് ലൈറ്റ് പോകണം. മക്കളെ ഇവിടെ നോക്കി, ഇവിടെ ലൈറ്റ് എയർന്ന് വാട്ടറിലേക്കാ പോണ്, വായുന്ന് ജലത്തിലേക്കാ പോണ്. അതൊരിക്കലും നമുക്ക് എടുക്കാൻ പറ്റൂല. കാരണം എന്താ? എയറിന് വായുവിന് പ്രകാശിക സാന്ദ്രത കുറവാ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാന്ന് നമ്മൾ നേരത്തെ കണ്ടതാ. അപ്പൊ ഇതൊരിക്കലും വരൂല. ഇനി നോക്കി മക്കളെ, ഇനി ഏതാ വരിക നോക്കുക, ഏതാ വരിക? ഇത് വരുമോ? വരും. കാരണം ഗ്ലാസ്സിൽ നിന്ന് വാട്ടറിലേക്കാ പോണ്, ഗ്ലാസ്സിൽ നിന്ന് ജലത്തിലേക്കാ പോണ്. അപ്പൊ അത് കറക്റ്റ് അത് വരും, ബി വരും. പിന്നെ ഏതാ വരിക മക്കളെ? ഇത് വരൂല. ഇത് വരുമോ? വരും. കാരണം ഗ്ലാസ്സിൽ നിന്ന് എയർ അഥവാ വായുവിലേക്കാ പോണത്, അപ്പൊ അത് വരും. അതേതാ? ഡി. ഇനി ഏതാ വരിക? ഈ വരുമോ? ഈ വരൂല, കാരണം ചെരിഞ്ഞല്ല പോണ്. ഇനി ഇതാ ഇവിടെയുള്ളൂ. ഇവിടെ നോക്കി മക്കളെ, ഇവിടെ ലൈറ്റ് പോകുന്ന എയർന്ന് ഗ്ലാസ്സിലേക്കാ, വായുന്ന് ഗ്ലാസ്സിലേക്കാ പോണ്. വായുവിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അഥവാ പ്രകാശിക സാന്ദ്രത കുറവല്ലേ, അപ്പൊ ഇതെന്തായാലും വരൂല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം മക്കളെ. ഇൻ ദിസ് കേസ് ടു വിച്ച് ഡയറക്ഷൻ ഡസ് ദ റിഫ്രാക്റ്റഡ് റേ ഡീവിയേറ്റ്? ഈ സാഹചര്യത്തിൽ ഏത് ദിശയിലേക്കാണ് നമ്മുടെ അപവർത്തന രശ്മി വ്യതിചലിക്കുന്നത്? മക്കളെ ഈ ചിത്രത്തിൽ നോക്കി, ഇതിലിപ്പോ നമ്മൾ പറഞ്ഞല്ലോ ബിയും അതേപോലെ ഡിയും. ഈ രണ്ട് ചിത്രത്തില് എങ്ങോട്ടാണ് റിഫ്രാക്റ്റഡ് റേ അപവർത്തന രശ്മി പോകുന്നതാ ചോദിച്ച്. ഇതാണ് റിഫ്രാക്റ്റഡ് റേ അഥവാ അപവർത്തന രശ്മി. ഇതാണ് റിഫ്രാക്റ്റഡ് റേ. അതെങ്ങോട്ടാ പോകുന്നത്? നോർമലിൽ നിന്ന് അകന്നിട്ടാണോ പോണത്, അല്ലെ നോർമലിനോട് അടുക്കാണോ ചെയ്യുന്നത്? എവേ ഫ്രം ദ നോർമൽ ആണോ ടുവേർഡ്സ് ദ നോർമൽ ആണോ എന്ന് പറഞ്ഞാൽ മതി. എന്താണ് എവേ ഫ്രം ദ നോർമൽ ആണ് മക്കളെ, എവേ ഫ്രം ദ നോർമൽ എന്നുള്ളതാണ് ആൻസർ. എവേ ഫ്രം ദ നോർമലിന്റെ മലയാളമാണ് ലംബത്തിൽ നിന്ന് അകലുന്നു, ലംബത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അകലുന്നു എന്ന് ആൻസർ എഴുതി വെച്ചേക്കുക. ഫുൾ മാർക്ക് അടിക്കുക, അത്രയേ ഉള്ളൂ പരിപാടി. ഇതെന്തായാലും എക്സാമിന് ചോദിച്ചിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. Choose the figures in which the refracted ray deviate towards the normal. മുകളിലെ ചിത്രങ്ങളിൽ അപവർത്തന രശ്മി ലംബത്തിനോട് അടുത്ത ചിത്രങ്ങൾ ഏതൊക്കെ? ലംബത്തിനോട് അടുക്കണം, കണ്ടോ? ലംബത്തിനോട് അടുക്കണം. ഏല് അടുക്കുന്നുണ്ട് അല്ലെ. ഇനി അടുത്തത് ബിയിൽ അടുക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല, ബിയിൽ അടുക്കുന്നില്ല. സീല് കുത്തനെയാ വരുന്നത് അല്ലെ, അത് നമ്മൾ നോക്കിയേ വേണ്ട. ഇനി ഇതാ ഡിയില് അടുക്കുന്നുണ്ടോ? ഇല്ല, അകലെയാ ചെയ്യുന്നത്. ഇനി ഇത് വേണ്ട, ഇത് നോക്കി, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അടുക്കുന്നുണ്ട്. അപ്പൊ ആൻസർ ഏതാ മക്കളെ? എയും എഫും ആണ് ആൻസർ. പരിപാടി കഴിഞ്ഞ്. ഇനി അടുത്ത ചോദ്യം. Choose the figures in which the refracted ray has no deviation. മുകളിൽ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ വ്യതിയാനം സംഭവിക്കാത്തത് കണ്ടുപിടിക്കേ. വ്യതിയാനം സംഭവിക്കാത്ത പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നോക്കിയതാ. ഇതിന് വ്യതിയാനം ഉണ്ടോ? ഇല്ല. ഇതിന് വ്യതിയാനം ഉണ്ടോ? ഇല്ല. അപ്പൊ ആൻസർ എന്താ മക്കളെ? ആൻസർ എന്ന് പറഞ്ഞാൽ സിയും അതേപോലെ ഇയും ആൻസറായി. പരിപാടി കഴിഞ്ഞ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ. ഇത് ഷുവർ ക്വസ്റ്റ്യൻ, ഉറപ്പായിട്ട് വരും. നോക്കിയോളെ. Which of the above figures represent the total internal reflection? താഴെ തന്നിരിക്കുന്നവയിൽ പൂർണ്ണാന്തര പ്രതിപതനം സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ ഏതെല്ലാം? ഇതിലാണ് ചോദിച്ചത്. ഇതിൽ ഏതൊക്കെയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അഥവാ പൂർണ്ണാന്തര പ്രതിപതനം കാണിക്കുന്നത്? അപ്പോൾ വളരെ എളുപ്പമാണ് മക്കളെ. രണ്ട് ചിത്രങ്ങളാണ് ഇവിടെ. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം. ഒന്ന് ഇത്, രണ്ടാമത്തെ ഇത്. അപ്പോൾ ഏതാണ് ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എ ആണ്, രണ്ടാമത്തത് ഇ ആണ്. അപ്പോൾ ആൻസർ എയിലും ഇയിലും. ഏതാണ് പറയാ? എയിലും അതേപോലെ ഇയിലും. ഇനി അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് ഇൻ ദിസ് കേസ്? ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ കണക്കാക്കുക. എന്താ ക്രിട്ടിക്കൽ കോൺ എന്ന് നമ്മൾക്കറിയാം. ക്രിട്ടിക്കൽ കോൺ എന്ന് പറഞ്ഞാൽ ഇതാ അപവർത്തന കോൺ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവണം അല്ലെ. ആ സമയത്തുള്ള ഇൻസിഡന്റ് ആംഗിൾ ആണ് അല്ലെങ്കിൽ പതന കോണാണ്. ഇവിടെ നോക്കിയ മക്കളെ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അപവർത്തന കോൺ 90 ഡിഗ്രി ആവുന്ന എത്ര ചിത്രങ്ങളുണ്ട്? എത്ര ചിത്രമുണ്ട്? ആകെ രണ്ടെണ്ണേ ഉള്ളൂ. ഒന്ന് ഇതാണ്,
ഒന്ന് ഇതാണ്. രണ്ട് ചിത്രമേ ഉള്ളൂ. അപവർത്തന കോൺ അഥവാ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവുന്ന രണ്ട് പിക്ചറേ ഉള്ളൂ. അപ്പൊ ഇതിൽ ഏതോ ഒന്നാണ്. പക്ഷെ നമ്മളോട് ചോദിച്ചേതാ? ഗ്ലാസിന്റെ ചോദിച്ച്. ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിളാ കാണണ്ട്, ക്രിട്ടിക്കൽ കോണാ കാണണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക, ഗ്ലാസ്സിലുണ്ടോ? ഇല്ല. ഇതിൽ ഗ്ലാസ് ഉണ്ടല്ലോ. അത് എത്ര ഡിഗ്രിയാ നോക്കി? 42 ഡിഗ്രി. അതായത് ഇത് 42 ഡിഗ്രി എത്തുമ്പോഴാണ് ഇവിടെ 90 ഡിഗ്രി ആവുന്നത് അല്ലെ? നമ്മളിതാ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഈ പതന കോൺ 42 ഡിഗ്രി എത്തുമ്പോഴാണ് ഈ ആംഗിൾ 90 ഡിഗ്രി ആവുന്നത്. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? ക്രിട്ടിക്കൽ കോൺ അഥവാ ക്രിട്ടിക്കൽ ആംഗിൾ. ഇതും കഴിഞ്ഞു പോയാൽ, ഈ 42 ഡിഗ്രി കഴിഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും? ആ ഒരു ലൈറ്റിന് സംഭവിക്കുന്നതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അഥവാ പൂർണ്ണാന്തര പ്രതിപതനം അല്ലെ? അങ്ങനെ സംഭവിക്കുന്നതിന് എക്സാമ്പിൾ ആണിതാ ഒന്ന് ഇവിടെ തന്നത്, അതേപോലെ ഒന്ന് ഇവിടെ തന്നത്. കണ്ടോ? ഇവിടെ നടന്നത് എന്താ മക്കളെ? ലൈറ്റ് തട്ടി ഇങ്ങോട്ട് തന്നെ പോകുന്നത്, ലൈറ്റ് തട്ടി ഇങ്ങോട്ട് തന്നെ പോകുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് പൂർണ്ണാന്തര പ്രതിഫലനമുള്ള അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനുള്ള ചിത്രങ്ങൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക? ഇത്രേ പരിപാടിയുള്ളൂ. ലൈറ്റ് ഇവിടെ പോയി തട്ടി തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട് നോക്കുക, ലൈറ്റ് തട്ടിയിട്ട് ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട് നോക്കുക. അതിലായിരിക്കും എന്ത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിച്ച് പൂർണ്ണാന്തര പ്രതിഫലനം സംഭവിച്ച്. അത്രയേ ഉള്ളൂ പരിപാടി കഴിഞ്ഞ് ഈസിയാണ്, അടിച്ചു കയറി വാ. യെസ്, അടുത്ത ചോദ്യം ഇതാണ് ചോദ്യം. റൈറ്റ് എനി പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്. അതായത് പൂർണ്ണാന്തര പ്രതിഫലനത്തിന്റെ ഏതെങ്കിലും ഒരു ഉപയോഗം നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ അല്ലെ, നമ്മുടെ നിത്യജീവിതത്തിൽ പൂർണ്ണാന്തര പ്രതിഫലനം ഉപയോഗപ്പെടുന്ന ഒരുപാട് സന്ദർഭമുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് ഏതാണോ പറഞ്ഞ് ഞാനൊരു 3-4 പറഞ്ഞുതരാം. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒന്ന് എഴുതിക്കോ. ഒന്ന് എന്താണ്? റിഫ്ലക്ടർ. 2 പെരിസ്കോപ്പിൽ, 3 ഒപ്റ്റിക്കൽ ഫൈബറിൽ അല്ലെ, അതേപോലെ എൻഡോസ്കോപ്പിയിൽ അല്ലെ. ഇതിലൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം മക്കളെ? പൂർണ്ണാന്തര പ്രതിപതനം അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതി വെച്ച മാർക്ക് കിട്ടും. പക്ഷെ മക്കള് ഒരു 3-4 പഠിച്ചു വെക്കുക. റിഫ്ലക്ടർ, പെരിസ്കോപ്പ്, ഒപ്റ്റിക്കൽ ഫൈബർ, എൻഡോസ്കോപ്പി, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. അടിക്കുക, പൊളിച്ചെടുക്കുക. യെസ്, അടുത്ത ചോദ്യം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്. അതായത് ഗ്ലാസിന്റെ അപവർത്തനാംഗം കണക്കാക്കണം. മക്കളെ, നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷൻ ആണ്. എന്താണ് ഇക്വേഷൻ? N=C/V അല്ലെ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാംഗം കാണാനുള്ള ഇക്വേഷൻ അറിയാം. C/V ആണ് അല്ലെ? C എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലൈറ്റിന്റെ സ്പീഡാ. ഓക്കെ, ലൈറ്റിന്റെ സ്പീഡ് എയിലൂടെയുള്ള സ്പീഡാ, എയർ കൂടെ അല്ലെങ്കിൽ വായുവിലൂടെയുള്ള സ്പീഡ് അല്ലെങ്കിൽ വാക്വത്തിലൂടെ ശൂന്യത്തിലൂടെയുള്ള സ്പീഡ് എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എത്രയാ മക്കളെ? 3 × 10⁸ ആണ്. ഇത് പഠിച്ചു വെക്കണം. സി എന്ന് പറഞ്ഞാൽ 3 × 10⁸ ആണ്. ഇനി ഇവിടെ ഈ വി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഗ്ലാസ്സിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡ് എടുക്കുക. ഗ്ലാസ്സിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡ് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 2 × 10⁸ ആണ്. 2 × 10⁸. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് കിട്ടും. എത്ര മക്കളെ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടിക്കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് മക്കളെ. അപവർത്തനാംഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എത്രയാണ് വരിക? അപവർത്തനാംഗം വളരെ എളുപ്പത്തിൽ എഴുതി വെക്കാം. നമ്മൾ 10⁸ 10⁸ വെട്ടുക. 3/2 എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ? 1.5 ആണ്. 1.5 ആണ് അപവർത്തനാംഗം അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടുക. ഒരു കാരണവശാലും അതിനെന്ത് ചെയ്യരുത്? യൂണിറ്റ് എഴുതരുത്. യൂണിറ്റ് എഴുതി കഴിഞ്ഞാൽ എല്ലാം പോയി. യൂണിറ്റ് ഉണ്ടാവില്ല, കാരണം റേഷ്യോ ആണ്, അനുപാതമാണ്. അതിനെന്തുണ്ടാവില്ല? യൂണിറ്റ് ഉണ്ടാവില്ല. അപ്പൊ ആൻസർ എത്ര കിട്ടും? 1.5 എന്ന് കിട്ടും. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താണ്. ഈ ക്വസ്റ്റ്യനിലുള്ള ഓരോ പോയിന്റിലേക്കും കൂടുതൽ പോയിട്ടില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. ബൈ.